ശബരിമല യുവതി പ്രവേശനവും ഇടതു സർക്കാരും ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോകുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഹിന്ദു മതാചാര പ്രകാരവും വിശ്വാസ പ്രകാരവും ശബരിമലയിൽ ദശാബ്ദങ്ങളായി നിലനിൽക്കുന്ന 10 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല. അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന വിശ്വാസം നിലനിൽക്കുന്നത് കൊണ്ട് ഹിന്ദു വിശ്വാസ പ്രകാരം സ്ത്രീകൾ ആരും ഈ കാലയളവിൽ ശബരിമലയിൽ ദർശനത്തിന് പോകാറില്ല. 1991 കേരള ഹൈക്കോടതി ഈ വിലക്ക് ശരിവച്ചിരുന്നു. അതോടെ ഇത് നിയമപരമായുള്ള ആചാരമായി തുടരുകയും ചെയ്തു. ഇനിയാണ് നിയമ പോരാട്ടത്തിന്റെ തുടക്കം. 2006 ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ എന്ന സംഘടന സുപ്രീം കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചു. ആ ഹർജിയിൽ പരാമർശിക്കുന്നത്: 1. ഇത് സ്ത്രീകളുടെ ഭരണഘടനാപരമായ സമത്വാവകാശ ലംഘനമാണ്. 2. മതാചാരത്തിന്റെ പേരിൽ ലിംഗവിവേചനം അനുവദിക്കാൻ പാടില്ല. സുപ്രീം കോടതി ശബരിമല കേസ് പരിഗണിക്കുന്ന സമയത്ത് സംസ്ഥാന സർക്കാരിനോട് ഔദ്യോഗിക നിലപാട് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. 2011-16 കാലഘട്ടത്തിൽ കേരളത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ഈ ഔദ്യോഗിക വിശദീകരണം ആവശ്യപ്പെട്ടത്. കോടതി സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചത് ഇപ്രകാരമാണ്: 1. സ്ത്രീ പ്രവേശന വിലക്കിനെ കുറിച്ച് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്താണ്? 2. ഇത് മതാചാരമാണോ അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായ വിവേചനമാണോ? ഈ ചോദ്യങ്ങൾക്ക് UDF സർക്കാർ നൽകിയ മറുപടി: 1. ശബരിമലയിലെ 10 മുതൽ 50 വയസ്സ് വരെയുള്ള സ്ത്രീകളുടെ പ്രവേശന വിലക്ക് ഒരു മതാചാരമാണ്. 2. ഇത് അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. 3. സർക്കാർ ഈ ആചാരത്തിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല. 4. നിലവിലുള്ള പതിവ് തുടരണം. ചുരുക്കി പറഞ്ഞാൽ സ്ത്രീ പ്രവേശനം അനുവദിക്കരുത്, നിലവിൽ എന്താണോ ആചാരം അത് തന്നെ തുടരണം എന്നാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നിലപാട്. എന്നാൽ 2016 കേരളത്തിൽ അധികാരത്തിൽ വന്ന LDF ഇടതു മുന്നണി സർക്കാർ സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം ഇങ്ങനെയായിരുന്നു: 1. സ്ത്രീ പ്രവേശന വിലക്ക് ഭരണഘടനാ വിരുദ്ധമാണ്. 2. എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകൾക്കും പ്രവേശനം അനുവദിക്കണം. സമത്വാവകാശം മതാചാരത്തിനേക്കാൾ മുകളിലാണ്. ഇതോടെ 2 വ്യത്യസ്ത സർക്കാരുകളുടെ 2 വ്യത്യസ്ത നിലപാടുകൾ കോടതിയിലെത്തി. ഉമ്മൻചാണ്ടി സർക്കാർ സ്ത്രീ പ്രവേശന വിലക്ക് മതാചാരത്തിന്റെ ഭാഗമാണ് എന്ന് വാദിച്ചപ്പോൾ പിണറായി സർക്കാർ വാദിച്ചത് സ്ത്രീ പ്രവേശന വിലക്ക് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ്. ഇതോടെ വാദങ്ങൾ 2 പക്ഷമായി. 5 ജഡ്ജിമാരിൽ 4 ജഡ്ജിമാർ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായി നിലപാടെടുത്തപ്പോൾ 2018 സെപ്റ്റംബർ 28 സുപ്രീം കോടതി ചരിത്രപരമായ ഒരു വിധി പറഞ്ഞു. 5 ജഡ്ജിമാരിൽ സ്ത്രീ പ്രവേശനത്തിനെ എതിർത്തത് ജഡ്ജി ഇന്ദു മൽഹോത്ര മാത്രമാണ്. പിണറായി സർക്കാർ സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. കോടതി ഇപ്പോൾ അതിൻ്റെ അവരുടെ ജഡ്ജിമെൻറ്റിൻ്റെ കോപ്പി തന്നെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതിൽ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുള്ളത് ജനുവരി 22 ഈ റിവ്യൂ പെറ്റീഷൻസ് എല്ലാം കേൾക്കുമെന്നാണ്. 22 പറയുമ്പോൾ ജനുവരി 20 വരെയാണ് നമ്മുടെ മണ്ഡലകാലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ശബരിമല സീസൺ. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ ഉണ്ടാകുമെന്നാണ് അതിൻ്റെ അർത്ഥം. അതിനുശേഷം അവരൊരു വാചകം പറഞ്ഞിട്ടുണ്ട്. അതവർ ഞങ്ങളൊരു കാര്യം വ്യക്തമാക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. ഈ നേരത്തെയുള്ള ഞങ്ങളുടെ ഓർഡർ സ്റ്റേ ചെയ്യുന്നില്ല. അപ്പോൾ നേരത്തെ എന്താണോ സുപ്രീം കോടതി വിധിച്ചിട്ടുള്ളത് ആ വിധി അതേപോലെ തന്നെ പ്രാബല്യത്തിൽ നിൽക്കുന്നുവെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് അവർ ഓപ്പൺ കോടതിയിൽ കേൾക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നിയമവശങ്ങൾ എന്തൊക്കെയാണെന്നും ബന്ധപ്പെട്ട് ചോദിക്കട്ടെ. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അല്ല, നേരത്തെയുള്ള നിലപാടതാണ്. 10നും 50നും ഇടക്ക് പ്രായമുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പോകാമെന്നുള്ളതാണല്ലോ സുപ്രീം കോടതിയുടെ നിലപാട്. ആ നിലപാട് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നില്ല എന്നുമാണല്ലോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി ആ പറഞ്ഞതിന് മറ്റെന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് നിയമവിദഗ്ധരുമായിട്ട് ആലോചിക്കട്ടെ. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം അങ്ങനെയാണ്. ഇതിന്റെ മറവിൽ എങ്ങനെയെങ്കിലും സ്ത്രീകളെ കയറ്റി ആചാര ലംഘനം നടത്തണമെന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടി മുന്നോട്ട് പോയ സർക്കാർ
കേരളത്തിൽ നിന്നും മതവിശ്വാസികളായ ഒരു സ്ത്രീ പോലും മല കയറാൻ തയ്യാറായില്ല, ആക്ടിവിസ്റ്റുകൾ ഒഴികെ. പിന്നീട് കേരളം കണ്ട കാഴ്ച ഹിന്ദു മതത്തെ പിണറായി സർക്കാർ തേജോവധം ചെയ്യുന്നതാണ്. ശബരിമല സ്ത്രീ പ്രവേശനം കൂടാതെ ഹിന്ദു മത വിശ്വാസികളായ സ്ത്രീകളെ അപമാനിക്കുന്ന PK ശ്രീമതിയുടെ പ്രസംഗം കേട്ടിട്ട് വരാം. കുളിച്ചിട്ട് പോയാലും അമ്പലക്കുളത്തിൽ കുളിച്ച് നനഞ്ഞു ഒട്ടുന്ന വസ്ത്രവും ധരിച്ചിട്ടേ കയറാവൂ. എന്താ സുജാതെ? അങ്ങനെ നിങ്ങൾക്ക് ഈ ചെറുപ്പക്കാർക്ക് അറിയാത്തോണ്ടാണ്. അതായത് ക്ഷേത്രത്തിൽ നമ്മൾ വീട്ടിൽ നിന്ന് കുളിച്ചിട്ട് പോയാലും നല്ല ഉണങ്ങിയ വസ്ത്രം ധരിച്ചാലും അമ്പലത്തിൽ എല്ലാ ദിക്കിലും ഒരു കുളം ഉണ്ടാവും. ആ കുളത്തിൽ പോയി കുളിച്ച് നനഞ്ഞ വസ്ത്രത്തിനുള്ളിൽ സ്ത്രീയുടെ ശരീരം എങ്ങനെയുണ്ടെന്ന് അവിടെ അമ്പലത്തിലുള്ളവർക്കെല്ലാം കാണാം. അപ്പൊ ആ വസ്ത്രത്തോട് കൂടിയേ പോകാവൂ. ഇവർ CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും കണ്ണൂർ മണ്ഡലത്തിലെ MP-യുമായിരുന്നു. PK ശ്രീമതി പറഞ്ഞതുപോലെ സ്ത്രീകൾ ഇങ്ങനെ ഏത് ക്ഷേത്രത്തിലാണ് ദർശനം നടത്തിയിട്ടുള്ളത്? ഇത്രയും അധപതിച്ച് സംസാരിച്ചപ്പോൾ നിങ്ങൾ അലങ്കരിക്കുന്ന പദവി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്നില്ലേ? സ്ഥാനത്തിരുന്നു കൊണ്ടല്ലേ നിങ്ങൾ കേരളത്തിലെ സ്ത്രീകളെ അപമാനിച്ചത്? അതിനുള്ള ഉപഹാരം 2019 നടന്ന ഇലക്ഷന് ജനങ്ങൾ തന്നല്ലോ അല്ലേ? എന്തായാലും സ്ത്രീ പ്രവേശനത്തിന് പാർട്ടി മുൻകൈ എടുക്കുമ്പോൾ PK ശ്രീമതിക്ക് മല കയറി കേരളത്തിലെ മറ്റു സ്ത്രീകൾക്ക് മാതൃക കാണിച്ചുകൂടായിരുന്നോ? നവോത്ഥാനത്തെ പറ്റി പ്രസംഗിക്കുന്ന ആളുകൾ മാതൃക കാണിക്കേണ്ടത് സ്വന്തം വീട്ടിൽ നിന്നും സ്വന്തം പാർട്ടിയിൽ നിന്നും ആകണമായിരുന്നു. അല്ലാതെ രഹന ഫാത്തിമയെ പോലുള്ള ആക്ടിവിസ്റ്റുകളെ പിന്നിൽ നിന്നും തള്ളി വിട്ടുകൊണ്ടാകരുതായിരുന്നു. ഇത്രയെങ്കിലും ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞു, അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ എന്താ ആ ഒരു സിറ്റുവേഷൻ കാരണം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ തിരുമുടിക്കെട്ട് ഞാൻ തലയിൽ ഏന്തിയത് അയ്യപ്പനെ കാണണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ്. പക്ഷെ ഇവിടുത്തെ വിശ്വാസികൾ എന്ന് പറയുന്ന അയ്യപ്പ ഭക്തർ എന്ന് പറയുന്ന സംസ്കാരം സംരക്ഷിക്കുന്ന, ആചാരങ്ങൾ സംരക്ഷിക്കുന്ന വ്യക്തികൾ ഇത് അനുവദിച്ചില്ല. ഇത് ഞാൻ ഇവിടെ ഉപേക്ഷിച്ചു പോവുകയാണ്. ഇതിന് അവർ എന്ത് ന്യായീകരണമാണ്, അല്ലെങ്കിൽ അവരുടെ ഈ സംസ്കാര ലംഘനത്തിന്, ആചാര ലംഘനത്തിന് എന്ത് ന്യായീകരണമാണ് പറയാനുള്ളതെന്നും കൂടെ എനിക്ക് അറിയണം. അത് വഴി അറിയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല രീതിയിൽ ഭീഷണിയുണ്ട്. അപ്പൊ ഇത് തുടർന്ന് ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങൾക്ക് സംരക്ഷണം തരാ എന്ന ഉറപ്പിന്റെ പുറത്താണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ഏത് രീതിയിലാണ് നിങ്ങൾ വിശ്വാസി എന്ന് പറയുന്നത് അതെനിക്ക് അറിയണം. എങ്കിൽ ഞാൻ പറയാം ഞാൻ ഏത് രീതിയിലാണ് വിശ്വാസിയാവേണ്ടതെന്ന്. നിങ്ങൾ പറയുന്ന വിശ്വാസം എന്താണ്, അതിന്റെ പട്ടിക നിരത്തൂ. എങ്കിൽ ഞാൻ പറയാം ഞാൻ വിശ്വാസിയാണോ അല്ലേ. നിയമമായ കുറച്ച് നിയമങ്ങളുണ്ട്, അത് പാലിച്ചിട്ടാണ് പോകുന്നതെന്ന് അറിഞ്ഞാൽ മതി. എന്റെ കുട്ടികൾ എവിടെയെന്ന് എനിക്ക് അറിയില്ല. ഈവൻ എന്റെ ജീവന് വരെ ആപത്തുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പ്രൊട്ടക്ഷൻ തരാന്ന് പറഞ്ഞ ഉറപ്പിന്റെ പേര് ആണ് ഞാൻ തിരിച്ചു പോകുന്നത്. ഇനി എന്താണ് തീരുമാനം? നിയമം ലംഘിച്ചിട്ടുണ്ടോ അതോ ആചാരം ലംഘിച്ചിട്ടുണ്ടോ തോന്നുന്നത്? എന്താണ് സംഭവം നടന്നിട്ടുള്ളത്? നിയമമാണ് നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. നിയമം ഞാൻ ഇവിടെ ലംഘിച്ചോ? ആചാരം എങ്ങനെയാണ് ലംഘിക്കപ്പെടുന്നത്? എന്ത് ആചാരമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആചാരം കൃത്യമായി എന്ന് പറഞ്ഞാൽ വ്രതമെടുത്ത് വിശ്വാസികളായി ശബരിമലയിൽ പോകുന്നു എന്നതാണ് ഏറ്റവും. അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ ഇവിടെ വരുന്ന എത്ര സ്വാമിമാർ ആ കറക്റ്റ് ആചാരം പാലിച്ചുകൊണ്ട് ഇവിടെ എത്തുന്നുണ്ട്? അല്ല, ഇതിപ്പോ വിശ്വാസത്തിന്റെ അയ്യപ്പന്റെ കല്യാണം വരെ നടത്തിയ ഒരു MLA തൃപ്പൂണിത്തുറക്കാർക്ക് ഉണ്ടായിരുന്നു, ഒരു യുവ സഖാവ്. ഒന്നുമില്ല, എല്ലാ ദിവസവും കന്യയ്യപ്പന്മാർ വരികയാണ്. എന്നെങ്കിലും ഒരിക്കലും ഇത് വരാതിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് മാളികപ്പുറത്തമ്മ ഇരിക്കുന്നത്. അയ്യപ്പനും പ്രതീക്ഷ ഉണ്ടാവും, കാരണം എന്താ പറഞ്ഞ വാക്കാണ്. പക്ഷെ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാത്തിരുന്ന് മാളികപ്പുറത്തമ്മയ്ക്ക് ദുഃഖം സഹിക്കാനാവാതെ മാളികപ്പുറത്തമ്മ കരഞ്ഞു. അതാണ് ആ കണ്ണുനീരിങ്ങനെ വന്ന് വീണ് അത് ഒരു മഹാപ്രളയമായി മാറി. അങ്ങനെയാണ് കേരളത്തിൽ പ്രളയം ഉണ്ടായത്. മനസ്സിലായി? പ്രളയം വന്നത് അങ്ങനെയാണ്. ആ പ്രളയം വന്നപ്പോ അച്ചൻകോവിലാറിലും മീനച്ചിലാറിലും ആലുവാപ്പുഴയിലും ഒക്കെ വെള്ളം പൊങ്ങി. അങ്ങനെ പമ്പയിലും വെള്ളം പൊങ്ങി. പ്രളയം വന്നതെന്നാന്ന് ഓർമ്മയുണ്ട്. ആഗസ്റ്റ് 16 നമ്മുടെ അത്തം ഘോഷയാത്ര നമ്മൾ ഒഴിവാക്കിയില്ല. ആഗസ്റ്റ് 15 അത്തം ഉദ്ഘാടനം ചെയ്തു. പക്ഷെ ഘോഷയാത്ര വേണ്ടെന്ന് വെച്ചു. അപ്പോഴേക്ക് മഴ കനത്തു. ആഗസ്റ്റ് 16 മഴ പ്രളയമായി വന്നു. 17 ആയപ്പോഴേക്ക് വീടുകളെല്ലാം മുങ്ങിപ്പോയി. അപ്പോൾ പമ്പയിലും വെള്ളം പൊങ്ങി. എല്ലാ വീടും വെള്ളത്തിലടി. ആർക്കും അങ്ങോട്ട് പോകാൻ വയ്യ. അപ്പോൾ ഒരാൾക്കും ശബരിമലയിലേക്ക് കയറാൻ വയ്യാത്ത സാഹചര്യം. ആഗസ്റ്റ് 17 എന്ന് പറഞ്ഞാൽ ചിങ്ങം 1 ആഗസ്റ്റ് 17 ചിങ്ങമാസം 1 നട തുറന്നപ്പോ
കന്യയ്യപ്പനും ഇല്ല, ഗുരുസ്വാമി ഇല്ല, ആരുമില്ല. കാരണം പ്രളയമാണ്. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി കന്യയ്യപ്പൻ ചിങ്ങമാസം 1-ാം തീയതി മലയിലെത്തിയില്ല. അപ്പൊ വ്യവസ്ഥ പ്രകാരം എന്ത് വേണം? മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിക്കണം. ആഗസ്റ്റ് മാസം 18-ാം തീയതി. വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ആളല്ലേ അയ്യപ്പൻ, അല്ലാതെ വാക്കിന് വ്യവസ്ഥ ഇല്ലാത്ത ആൾ അയ്യപ്പൻ എന്നാ പറയുക? അങ്ങനെയുണ്ട്. 18-ാം തീയതി വാക്ക് പ്രകാരം അയ്യപ്പൻ മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിച്ചു. അങ്ങനെ ബ്രഹ്മചര്യം അവസാനിച്ചു. അതുകൊണ്ട് ഇനി ശബരിമലയിൽ ഭക്തർക്ക്, സ്ത്രീകൾക്ക് വരുന്നതിൽ തടസ്സമില്ല. കാര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് ജഡ്ജി ദീപക് മിശ്രയെ കൊണ്ട് അയ്യപ്പൻ തന്റെ ഹിതപ്രകാരം വിധി എഴുതിയപ്പോൾ ഇനി സ്ത്രീകൾക്ക് വരാം എന്ന് വിധിയിൽ എഴുതി ചേർത്തു. അങ്ങനെയാണ് വിധി വന്നിട്ടുള്ളത്. അങ്ങനെ വിശ്വസിച്ചാ പോരെ, പ്രശ്നം കഴിഞ്ഞില്ലേ? 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറക്കാർ ഈ സഖാവിന് ഒരു സമ്മാനം കൊടുത്തു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ സ്വന്തം നാടായ നിലമ്പൂർ ജനതയും അദ്ദേഹത്തിന് ഒരു സമ്മാനം കൊടുത്തു. അയ്യപ്പനെ വിദ്യാരംഭത്തിന് കാണാൻ വന്ന കഴക്കൂട്ടംകാരി മേരി സ്വീറ്റി വീഡിയോ കണ്ടാലോ? വയസ്സ് 46. ഞാൻ അയ്യപ്പനെ കാണാൻ വേണ്ടി പോകുന്നതാണ്. ഇന്ന് വിദ്യാരംഭം ആയതുകൊണ്ട് ഇന്നത്തെ ദിവസം തന്നെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മല കയറി എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. മലയാറ്റൂറും വെള്ളറടയും കയറി 5-6 വർഷമായിട്ട് കയറുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസം കാണാൻ ഭക്തിയുണ്ട്. പ്രകൃതിയിലെ, യൂണിവേഴ്സിലെ എല്ലാ ശക്തികളെയും എനിക്ക് വിശ്വാസമാണ്. എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ അത് വിശ്വസിക്കുന്നത്. വെയിറ്റ് കൊണ്ട് കയറാനുള്ള ഇത് എനിക്കില്ല. എന്റെ ഡ്രസ്സും എല്ലാം കൂടെ തന്നെ ഒരു വെയിറ്റ് ഉണ്ട്. എന്റെ മനസ്സിൽ ഭക്തിയുണ്ട്. അയ്യപ്പനെ നേരിട്ട് കാണണമെന്നുണ്ട്. ഈ ശക്തികളെ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ് പോയി കാണാമെന്ന് വിചാരിക്കുന്നത്. സ്ഥലം കഴക്കൂട്ടം. ജോലി മീഡിയയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഷാർജയിലായിരുന്നു ഒരു 12 വർഷം. മേരി സ്വീറ്റി. ഞാൻ ഒന്ന് പൊയ്ക്കോട്ടെ, ഞാൻ ഒന്ന് കണ്ടിട്ട് വന്നാലല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ അതൊന്നും നോക്കുന്നില്ല. ഞാൻ മല കയറിയിട്ടുണ്ട്. 4-5 വർഷമായിട്ട് ഞാൻ കയറുന്നുണ്ട്. ശബരിമലയല്ല, മലയാറ്റൂറും വെള്ളറട തെക്കൻ കുരിശുമലയും 3000 അടി മുകളിൽ സ്വീറ്റ് ആയിട്ട് സംസാരിച്ചുകൊണ്ട് വന്നതായിരുന്നു. പക്ഷേ നിരാശയോടെ മടങ്ങി പോകേണ്ടി വന്നു മേരി സ്വീറ്റിക്ക്. 2019 ജനുവരി 1-ന് കേരളത്തിലെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയും പുരോഗമനത്തിന് വേണ്ടിയും സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയും ലിംഗസമത്വത്തിന് വേണ്ടിയും കേരളത്തിൽ ഒരു നവോത്ഥാന മതിൽ സൃഷ്ടിച്ചു. അതും സർക്കാർ ചിലവോടുകൂടി. നവോത്ഥാന മതിൽ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ജനുവരി 2, അതായത് പിറ്റേ ദിവസം വെളുപ്പിന് ഇരുട്ടിന്റെ മറവിൽ പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി നവോത്ഥാന മതിൽ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ജനുവരി 2, അതായത് പിറ്റേ ദിവസം വെളുപ്പിന് ഇരുട്ടിന്റെ മറവിൽ പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി കനകദുർഗ, ബിന്ദു അമ്മിണി എന്ന 2 സ്ത്രീകളെ ശബരിമലയിൽ കയറ്റി ആചാര ലംഘനം നടത്തുകയും ചെയ്തു. അങ്ങനെ കേരളത്തിലെ ഹിന്ദു മത വിശ്വാസികൾക്ക് ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ദിനമായിരുന്നു അത്. അങ്ങനെ കേരളത്തിലെ ഹിന്ദു മത വിശ്വാസികൾക്ക് ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ദിനമായിരുന്നു അത്. ആചാര ലംഘനത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗം കേട്ടിട്ട് വരാം. ഈ യുവതികളായിട്ടുള്ളവർ കയറാൻ പോയിരുന്നല്ലോ. അവിടെ തടസ്സങ്ങൾ ഉണ്ടായതുകൊണ്ട് അവർക്ക് കയറാൻ പറ്റിയിരുന്നില്ല. ഇന്ന് കയറിയെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ല. അങ്ങനെയായിരിക്കും കയറിയിട്ടുണ്ടാവുക. കയറി എന്നത് വസ്തുതയാണ്. അതിന് പോലീസിന്റെ സാധാരണഗതിയിൽ ഞാൻ നേരത്തെ പറയാറുള്ളൂ, കയറുന്ന ആളുകൾക്ക് പോലീസ് സംരക്ഷണം കൊടുക്കും. ഇത് 2019 കഥ. ഇതിനുള്ള മറുപടിയാണ് കേരള ജനത 2019 ലോക്സഭാ ഇലക്ഷന് കൊടുത്തത്. ആചാര ലംഘനത്തിന് ശേഷം മുഖ്യമന്ത്രിക്കും CPM പ്രവർത്തകർക്കും എന്തെന്നില്ലാത്ത ഒരു ആഹ്ലാദമായിരുന്നു. എന്നാൽ ആ ആഹ്ലാദത്തിന്റെ തിരിച്ചടിയാണ് ലോക്സഭാ ഇലക്ഷന് 20 സീറ്റില് വെറും 1 സീറ്റിന് മാത്രം കണ്ണീര് കിട്ടാതിരിക്കാനായിട്ട് ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടത്. ഇതോടുകൂടി ഹിന്ദു മത വിശ്വാസികൾ CPIM-ൽ നിന്നും അകന്നു പോയി എന്ന ധാരണ പാർട്ടിക്ക് നല്ലപോലെ ബോധ്യമായി. ഇതുമായി ബന്ധപ്പെട്ട കേസ് 7 വർഷത്തിന് ശേഷം പുനഃപരിശോധന ബെഞ്ച് ഇന്ന് പരിഗണിച്ചു. സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കാൻ മാർച്ച് 14 വരെ സമയം അനുവദിച്ച് സുപ്രീം കോടതി. CPIM-ൽ ഒരു വിഭാഗം വിശ്വാസികൾക്ക് അനുകൂലമായി വാദങ്ങൾ ഉയർത്തുന്നുണ്ട്. CPIM പഴയ നിലപാടിൽ നിന്നും മാറുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മുന്നിൽ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ കൊടുത്ത മറുപടി ഇപ്രകാരമാണ്: മാറാത്തതായി ഒന്നുമില്ല, വിശ്വാസികളുടെ താല്പര്യവും ജനാധിപത്യവും സംരക്ഷിക്കുമെന്നാണ്. ഇവർ എങ്ങനെയാണ് വിശ്വാസികളുടെ താല്പര്യവും ജനാധിപത്യവും സംരക്ഷിക്കുന്നതെന്ന് മാർച്ച് 14 നമുക്കറിയാം.